എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാപ്റ്റർ 4 പെയിന്റ് അടി ആരംഭം. ഇന്ന് പെയിന്റ് അടിക്കാനുള്ള ടൂൾസ് ഒക്കെ എടുത്ത് നമ്മൾ ഈ കൂട് പെയിന്റ് അടിക്കാൻ പോകട്ടാ. ഇതും കൂടി പെയിന്റ് അടിച്ച് അലങ്കോലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിഞ്ഞു. ഒട്ടും വൈകണ്ട ഞാൻ പെയിന്റ് അടിച്ച് തീർക്കട്ടാ. പെട്ടെന്ന് പെയിന്റ് അടിച്ച് തീർത്തിട്ടുണ്ട്. അടി സക്കേ ആക്രിക്കടമായിരുന്നു കൂട് ഇപ്പോൾ അരമന പോലെയിട്ടാ. അരമന പടന്ന പണിക്കാരന് ഇപ്പോൾ കരിവല്ല് വേണം വരെയിട്ടാ. ഇതൊക്കെ എങ്ങനെ തേച്ചിറക്കി കളയുന്നതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇത് അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞു പോകുന്ന പടകളാട്ടാ. കൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ കാണുന്നു. ഇതും വെച്ച് അമ്പലകുളത്തിൽ ചാടുന്നത് പോസിബിൾ അല്ല. അത് കൂടുമ്പോൾ ചെയ്തനാടും കൂടുതലും എനിക്ക് പണി മേത്ത് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്തായാലും ഞാൻ ഉരച്ചോക്കാം. ജീവൻ കളയാനല്ല കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? ഒരച്ചൊരച്ച് അവന്റെ തോല് പൊളിക്ക്. ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ. പോകുകയല്ല. ആഹാ, അയ്യോ ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴുകട കഴുതേ. എനിക്ക് മുമ്പ് പ്രാവിനെ വളർത്തുന്ന ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. പ്രാവുകളൊക്കെ പോയി എൻ്റെ. എന്നാലും ഇത് ഞാൻ അടിച്ചൊരു കൂടെ തന്നെയാ. പ്രാവിന്റെ കേജാ. ഇതിലെ ഇങ്ങനെ പലകകൾ കയറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കാവും. ഒരു ഡെമോ കാണിച്ചു തരട്ടെ. ഇങ്ങനെ അടിച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ ലോക്കാവും. പ്രാവിനെ വളർത്താൻ ഇതാർക്കെങ്കിലും ആവശ്യം തന്നെ 1000 സബ്സ്ക്രൈബർ ആവട്ടെ കേട്ടോ. ഇപ്പം 250 സബ്സ്ക്രൈബറായി. 250 സബ്സ്ക്രൈബർ 1000 ആവാൻ നിസ്സാരം മതി. അപ്പോൾ 1000 സബ്സ്ക്രൈബർ ആവണമെങ്കിൽ ഞാൻ ആ കൂടെ ഒന്നും കൂടി മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഒന്ന് റിനോവേഷൻ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ തരാം പ്രാവിനെ വളർത്തണവർക്ക് കേട്ടോ. അടിപൊളി ഡോറൊക്കെ വെച്ചുതരാം. ഇതേപോലത്തെ എല്ലാം നല്ല ഉറപ്പുള്ള ഡോറൊക്കെ വെച്ചുതരാം. ഞാൻ തട്ടിക്കൂട്ടി അടിച്ച് കൂടാ. എന്നാലും അടിപൊളി ഉണ്ടാവും. നല്ല വർക്കത്തുള്ള കൂടിൻ്റെ വർക്കത്ത് ഈ വീഡിയോയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടാ. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ നന്ദിയുണ്ടാ. എന്തായാലും വീഡിയോ കൊണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പണപ്പോൾ വീഡിയോകൾ ഇതിൻ്റെ പിന്നാലെ വരും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും.